നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. 35 വയസ്സിന് ശേഷമുള്ള ഗർഭധാരണത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ഹോസ്പിറ്റലിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ആൻഡ് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റെജി മോഹനാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, വിഷയത്തിലേക്ക് കടക്കുമ്പോൾ 35 വയസ്സിന് ശേഷമുള്ള ഗർഭധാരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം. ഡോക്ടറെ, 35 വയസ്സിന് ശേഷം ഗർഭധാരണമാകാമോ? അതിനുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും 35 വയസ്സിന് ശേഷം ഗർഭധാരണമാവുന്നതാണ്. 35 വയസ്സിന് ശേഷം നമ്മൾ ഗർഭം ആകുവാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒരു 25 വയസ്സിൻ്റെ ഇടയിൽ 25 വയസ്സിലൊക്കെ ഉള്ള ആ ഒരു ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഗർഭിണിയാവാനുള്ള കഴിവ് താരതമ്യേന 35 വയസ്സിന് മേലെ പോകുമ്പോൾ അത് കുറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, നമുക്ക് നമ്മളുടെ സ്ത്രീകൾ ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു അണ്ഡാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണമായിട്ടാണ് ജനിക്കുന്നത്. അത് ഏകദേശം 1 മുതൽ 2 മില്യൺ ആയിരിക്കും അതിൻ്റെ ടോട്ടൽ കൗണ്ട്. അത് ഏകദേശം നമ്മുടെ മെനാർക്കി അല്ലെങ്കിൽ മാസമുറ തുടങ്ങുന്ന വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊരു 2 മുതൽ 3 ലക്ഷം വരെ ആവുകയാണ്. അപ്പോൾ അത് ഓരോ വർഷം കൂടുന്തോറും അതിൻ്റെ എണ്ണം, അതായത് അണ്ഡാശയത്തിലുള്ള നല്ല അണ്ടങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞു വരികയാണ്. അത് ഒരു 35 വയസ്സിന് മേലെ ആകുമ്പോഴത്തേക്കും വളരെ ഒരു പെട്ടെന്നുള്ളൊരു കുറവാണ് സംഭവിക്കുന്നത്. അത് ഏകദേശം 40 വയസ്സാകുമ്പോഴത്തേക്ക് ഏകദേശം 10,000 20,000 എണ്ണം ആകുന്നു. അത് 45 വയസ്സാകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ മെനോപോസ് അല്ലെങ്കിൽ മെൻസസ് നിൽക്കുന്ന ഒരവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് ഒരു ഏകദേശം 1000 എഗ്ഗ് മാത്രമേ സ്ത്രീയുടെ അണ്ഡാശയത്തിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 35 ശേഷം ഗർഭിണി ആവാനുള്ള ഒരു സാധ്യത നമുക്കിപ്പോൾ സാധാരണ ഒരു 10% ജനറൽ പോപ്പുലേഷനിൽ എങ്കിൽ അത് 25% അധികമാണ് ഈ ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ സാധ്യത. അല്ലാതെ സാധാരണ രീതിയിൽ ഗർഭം ധരിക്കാനുള്ള അവസ്ഥ തീർച്ചയായിട്ടും 35 വയസ്സിന് മേലെ സാധ്യതയുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ പ്രായം കൂടുന്തോറുമുള്ള സങ്കീർണതകൾ എന്തെല്ലാമായിരിക്കും? ഒരു 30 വയസ്സിന് മുകളിൽ ഗർഭം ധരിക്കുന്നതും ഒരു 30 വയസ്സിന് താഴെ ഗർഭം ധരിക്കുന്നതും ഈ 30 വയസ്സിന് മുകളിൽ ഗർഭം ധരിക്കുന്നതും തമ്മിലുള്ള സങ്കീർണതകളുടെ വ്യത്യാസങ്ങൾ എന്തെല്ലാമായിരിക്കും ഡോക്ടർ? നമുക്കെല്ലാം അറിയാം, പ്രായം കൂടുന്തോറും ഓരോ അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രഷറിൻ്റെ അസുഖം, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് തുടങ്ങിയ അസുഖങ്ങളെല്ലാം ഓരോ പ്രായം കൂടുമ്പോഴും അതിൻ്റെ ആ ഒരു ഉണ്ടാവുന്ന കൂടുകയാണ് ചെയ്യുന്നത്. അതായത് പ്രഷർ, ഡയബറ്റീസ്, ഹോർമോണിലുള്ള വ്യതിയാനങ്ങൾ, മാസമുറയിലുള്ള വ്യത്യാസങ്ങൾ, അതെല്ലാം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 30 വയസ്സിൽ ഗർഭിണിയാകുമ്പോഴും 35 വയസ്സിൽ മേലെ ഗർഭിണിയാകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ അസുഖങ്ങളുടെ ഒരു ഏറ്റക്കൂടുതൽ തീർച്ചയായിട്ടും കാണുന്നതാണ്. അത് തീർച്ചയായിട്ടും ഗർഭധാരണത്തെയും തുടർന്നുള്ള മാസങ്ങളിൽ, അതായത് ഗർഭധാരണം നടക്കുന്ന 9 മാസവും കുറച്ചും കൂടെ സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യേണ്ടി വരും 35 വയസ്സിനുള്ള ഗർഭധാരണം. ഈയുള്ള അമ്മമാരിൽ 35 വയസ്സിന് മേലെയുള്ള ഗർഭധാരണം ധരിക്കുന്ന അമ്മമാരിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്ത് പ്രഷർ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഷുഗർ വരുന്നുണ്ടോ, ഹോർമോൺസിൽ എന്തെങ്കിലും വ്യതിയാനം വരുന്നുണ്ടോ, കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടോ, മറുപിള്ള എവിടെയാണ്, ഗർഭം അലസൽ, സാധാരണ രീതിയിൽ ഉള്ള ഗർഭം അലസൽ 25 വയസ്സിലും 35 വയസ്സിലും ഇടയ്ക്ക് ഗർഭധാരണം നടക്കുകയാണെങ്കിൽ സാധാരണ ഉണ്ടാവുന്നത് ഏകദേശം ഒരു 5% ആണെങ്കിൽ 35 വയസ്സിന് ശേഷം ഗർഭം അലസാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ ശ്രദ്ധ വേണം 35 വയസ്സിന് മീതെ ഗർഭധാരണം ആകുമ്പോൾ. തീർച്ചയായും ഇപ്പോൾ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു 35 വയസ്സിന് മുകളിൽ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ പറ്റി. ഡോക്ടർ, അപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസിലൂടെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനും അമ്മയ്ക്കുമെല്ലാം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, വളരെ കറക്റ്റായിട്ടുള്ള ചെക്കപ്പ് ചെയ്യുന്ന അമ്മയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാം, ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുഞ്ഞിനും അതേപോലെ തന്നെ നമ്മുടെ അമ്മയുടെ പ്രഷറും ഷുഗറും ബാക്കിയുള്ള അവരുടെ ന്യൂട്രീഷനൊക്കെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനും ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും.
ഇതിലെ മെയിൻ പ്രശ്നം 35 വയസ്സിന് മേലെയുള്ള ഞാൻ മുന്ന് സൂചിപ്പിച്ചത്, അതായത് ക്രോമസോമിലുള്ള പ്രശ്നങ്ങൾ 35 വയസ്സിന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അണ്ടങ്ങളുടെ എണ്ണത്തിലുള്ള കുറവും അതിനുള്ള ഗുണമേന്മ, അതായത് ക്വാളിറ്റിയിലുള്ള കുറവും ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം, അതായത് 35-ന് ശേഷം ഗർഭം ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ക്രോമസോമിലുള്ള അതല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഗുണമേന്മയില്ലാത്ത അല്ലെങ്കിൽ ഗുണമേന്മ കുറവുള്ള അണ്ടങ്ങളായിട്ടാണ് ഗർഭം ധരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ, ജനിതക വൈകല്യങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല, ക്രോമസോമൽ അന്യൂപ്ലോയിഡി എന്നൊക്കെ പറഞ്ഞ് ഈ ഡൗൺ സിൻഡ്രോം, പട്ടോ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറഞ്ഞ് ഉള്ള അന്യൂപ്ലോയിഡീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു 11-നും 13-നും ഇടയ്ക്കുള്ള സ്കാൻ, ഒരു പ്രത്യേകതരം സ്കാനാണ് അത്. NT സ്കാൻ പ്ലസ് അന്യൂപ്ലോയിഡി സ്ക്രീനിങ് എന്ന് പറയും. കുഞ്ഞിൻ്റെ ചില സ്കാനിൽ ഒരു മെഷർമെൻറ്റ്സ് എടുക്കുകയും അതുകൂടാതെ അമ്മയുടെ ബ്ലഡ് പരിശോധിച്ച് ഇത് രണ്ടും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 85% വരെ ഈ അസുഖങ്ങളല്ല, ഈ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഈ ടെസ്റ്റുകളിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്, ഒരു സംശയം തോന്നുകയാണെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ സാങ്കേതിക മികവുള്ള ടെസ്റ്റുകൾ ലൈക്ക് NIPT അല്ലെങ്കിൽ ആംനിയോസെൻറ്റസിസ് തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. ആ ടെസ്റ്റുകൾ കുറച്ചും കൂടെ ആക്യുറസി കൂട്ടും. ഇപ്പം NIPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിശോധനയാണ്. ആ ടെസ്റ്റിൽ വെച്ച് ഏകദേശം 95 മുതൽ 99% വരെ ഈ ഞാൻ മേൽപ്പറഞ്ഞ ഈ ഡൗൺ സിൻഡ്രോം തുടങ്ങിയ അന്യൂപ്ലോയിഡി തുടങ്ങിയ അസുഖങ്ങൾ ഇല്ലയെന്ന് 95 മുതൽ 99% വരെ പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ടും അതിലും എന്തെങ്കിലും സംശയമുള്ളെങ്കിലാണ് നമ്മൾ കുഞ്ഞ് കിടക്കുന്ന വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കുന്ന ആംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ആംനിയോസെൻറ്റസിസിലൂടെ നമ്മൾ കുഞ്ഞിൻ്റെ ക്രോമസോമിൻ്റെ എണ്ണവും അതിലുള്ള മാറ്റങ്ങളുമാണ് നോക്കുന്നത്. അപ്പം അത് ഏകദേശം 99 മുതൽ 100% വരെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാൻ ഈ 11 മുതൽ 13 ആഴ്ച 6 ദിവസത്തിനുള്ള സ്കാനാണ്. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടുതൽ ഫോളോ അപ്പ് വേണ്ടി വരും. തീർച്ചയായും ഡോക്ടർ, വ്യക്തമാണ്. ഗർഭധാരണം 35-ന് ശേഷമായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് തന്നെയാണ് ചോദ്യവും. ഈ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കുമോ ഡോക്ടർ? ഈ വിശ്രമം, ഭക്ഷണക്രമം പോലെയുള്ള കാര്യങ്ങൾ. 25 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു സ്ത്രീയെ പോലെ ആയിരിക്കത്തില്ല 35 വയസ്സിൽ. ഇപ്പോഴത്തെ ഒരുപാട് പേര് അവരുടെ എക്സസൈസൊക്കെ ചെയ്ത് അവരുടെ ശരീരം നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്നാലും 35 വയസ്സിന് ശേഷം, അതായത് കുറച്ചും കൂടെ എൽഡർലി ആയിട്ടുള്ള പ്രഗ്നൻസി എപ്പോഴും ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. അവരിൽ ശരിയായ ഭക്ഷണക്രമം വേണം, ശരിയായ വ്യായാമം വേണം, മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കണം. അതുകൂടാതെ റുട്ടീനായിട്ടുള്ള ബ്ലഡ് പ്രഷർ ചെക്കപ്പ്, ഷുഗർ ചെക്കപ്പ് അതെല്ലാം വേണം. അത് കൂടാതെ നമ്മുടെ സാധാരണ 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മാംസപേശികളൊക്കെ ഒരു ഇച്ചിരി ടൈറ്റ് ആവും. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് അവർ സാധാരണ രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം. അങ്ങനെ ആദ്യത്തെ ഗർഭം, 35 വയസ്സിനുള്ള ആദ്യത്തെ ഗർഭമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു സുഖപ്രസവത്തിനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയുള്ള ഒരു ചോദ്യമായിരിക്കും. തീർച്ചയായിട്ടും അത് ഒരു ഗൈനക്കോളജിസ്റ്റ് പരിശോധിച്ച് കുഞ്ഞിന് നോർമലായിട്ട് അല്ലെങ്കിൽ സുഖപ്രസവത്തിനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയ ശേഷം മാത്രമേ അവർ സുഖപ്രസവം വേണമോ അതോ സിസേറിയൻ വേണമോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഈ 35 വയസ്സിനുള്ള മേലെയുള്ള ഗർഭം ധരിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ജസ്റ്റേഷണൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൂടാതെ കുഞ്ഞിനുള്ള വളർച്ചക്കുറവ് അങ്ങനെയൊക്കെ ഉള്ളതും ഈ പേശികളും എല്ലാം കുറച്ച് ദൃഢമായിരിക്കുന്നത് കൊണ്ടൊക്കെ ചിലപ്പോൾ സുഖപ്രസവം അവർക്ക് സാധ്യമാകാതെ വരികയും അങ്ങനെയുള്ള അവസ്ഥയിൽ സിസേറിയനുള്ള സാധ്യത കൂടുതലായിട്ടും കാണുന്നുണ്ട്, എസ്പെഷ്യലി 35 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സൊക്കെ അടുത്ത് ഗർഭധാരണം നടത്തുന്ന സ്ത്രീകളിൽ. കൂടുതൽ ചോദ്യങ്ങളിലേക്കെല്ലാം വരാൻ ഡോക്ടർ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ആലുവയിൽ നിന്ന് ജോസഫാണ്. ജോസഫ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ ജോസഫ്. ഞാനേ എന്റെ മകളുടെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. പറഞ്ഞാട്ടെ. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. അപ്പൊ 32 വയസ്സായിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഇതേവരെയും കുട്ടികളൊന്നും ആയിട്ടില്ല. അത്
ഇനി വല്ലതും ചെയ്യേണ്ടി വരുമോ എന്നറിയാന്. അവർ ഒരുമിച്ച് തന്നെയാണോ താമസിക്കുന്നത്? അതെ അതെ, അവര് ദുബായിലാണ്, ഒരുമിച്ചാണ് കഴിയുന്നത്. ഓക്കെ. നമ്മൾ സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥ വരുന്നത്, അതായത് വന്ധ്യതയ്ക്കുള്ള ചികിത്സ തേടുന്നത് 1 വർഷം യാതൊരു ഗർഭനിരോധന മാർഗങ്ങളും ഉപയോഗിക്കാതെ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും കുഞ്ഞുങ്ങളുണ്ടാവാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇതിന് വേണ്ടി ഈ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയ്ക്ക് വേണ്ടി ചികിത്സിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ രീതിയിൽ മാസമുറയൊക്കെ കറക്റ്റായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഒരു മാസമുറയുടെ 2ൻ്റെ അന്ന് മുതൽ 5ൻ്റെ അന്ന് വരെയുള്ള ഒരു ചെറിയൊരു സ്കാൻ എടുക്കേണ്ടി വരും. എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. അതിൽ ആദ്യം പ്രാഥമികമായിട്ട് ചെയ്യുന്നത് സാധാരണ രീതിയിൽ അയാളുടെ ദേഹപരിശോധനയ്ക്ക് ശേഷം ഒരു ബേസ് ലൈൻ സ്കാൻ ചെയ്യേണ്ടി വരും. സ്കാനിൽ നമ്മൾ ഗർഭാശയത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കും. അതുകൂടാതെ തന്നെ അണ്ഡാശയത്തിൽ ആവശ്യത്തിന് അണ്ടങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റുകളോ മുഴകളോ ഈ ഗർഭത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. പുരുഷൻ്റെ കാര്യമാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിതചര്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കും. അതുകൂടാതെ അവരുടെ ബീജപരിശോധനയും കൂടെ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ബേസിക്കലി നമുക്ക് വേണ്ടത്. ഡോക്ടറുടെ പേരെന്ന് പറഞ്ഞു സാർ. ഹലോ, ഡോക്ടറുടെ പേരെന്ന് പറഞ്ഞു. ദുബായിലല്ലേ? അപ്പൊ കുഞ്ഞുങ്ങളില്ലാത്ത ഏപ്രിൽ പറഞ്ഞിട്ടുണ്ട് അവര്, അപ്പൊ കാണാന്ന് വിചാരിച്ച. ആലുവയിലും എറണാകുളത്തും എല്ലാ മിക്കവാറുമുള്ള എല്ലാ ജില്ലയിലും നല്ല വന്ധ്യതാ ചികിത്സ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഏതാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ പോവാല. അവിടെ ഇപ്പം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ മെഡിക്കൽ കോളേജുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എല്ലാം ഉണ്ട്. പ്രൈവറ്റ് ആശുപത്രിയിൽ, ഒട്ടുമിക്ക പ്രൈവറ്റ് ആശുപത്രികളിലും ഈ സേവനങ്ങൾ ലഭ്യമാണ്. ഡോക്ടർ, നമ്മൾ പ്രേക്ഷകന് മുന്നേ സംസാരിച്ചു കൊണ്ടിരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. ഡോക്ടർ, അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി വരുമ്പോൾ ഈ ഡോക്ടറെ കാണേണ്ടത് എപ്പോഴൊക്കെയാണ്? എന്തെല്ലാം പരിശോധനകൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്? ആദ്യമായിട്ട് തന്നെ ഗർഭധാരണം നടന്നു എന്ന് അറിയുന്നത്, അതായത് ഒരു UPT, നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് ഡോക്ടറിനെ കാണുന്നു. അതിന് മുമ്പ് തന്നെ നമ്മൾ ഫോളിക് ആസിഡിൻ്റെ ഗുളികയൊക്കെ കഴിക്കണം. തീർച്ചയായിട്ടും ഗർഭിണിയാകാൻ ശ്രമിക്കുന്നവർ 5 മില്ലിഗ്രാം ഫോളിക് ആസിഡിൻ്റെ ഗുളിക ഒരു 2 മാസം മുമ്പെങ്കിലും, നമ്മൾ ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കുന്നതിന് 2 മാസം മുമ്പ് മുതൽ തന്നെ ഫോളിക് ആസിഡിൻ്റെ ഗുളിക കഴിക്കേണ്ടതാണ്. അതിനുശേഷം ഗർഭം ധരിച്ച ശേഷം നമ്മൾ UPT പോസിറ്റീവ് ആയതിനു ശേഷം അത് കണ്ടിന്യൂ ചെയ്യുകയും ഏകദേശം ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒരു സ്കാൻ ചെയ്ത് നോക്കിയാൽ ഗർഭത്തിൻ്റെ അവസ്ഥയെപ്പറ്റി നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നറിയാൻ പറ്റും. അത് 1 ആണോ 2 ആണോ ഗർഭം എന്നറിയാൻ പറ്റും. അതിൽ എന്തെങ്കിലും മിസ്കാരേജിൻ്റെ സാധ്യതയുണ്ടോ എന്നറിയാൻ പറ്റും. കൂടാതെ ഗർഭപാത്രത്തിന് പുറത്തുള്ള ഗർഭം, അതായത് എക്ടോപിക് പ്രഗ്നൻസി, അതൊക്കെ നമുക്കൊരു 45-നും ഒരു 55-നും ഇടയ്ക്കൊക്കെ ഉള്ള ഒരു ദിവസങ്ങളിൽ സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഏർലി സ്കാൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഫോളിക് ആസിഡിൻ്റെ ഗുളികയും എല്ലാ മാസവും 9 മാസം 7 മാസം വരയ്ക്കും നമ്മൾ എല്ലാ മാസവുമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഗർഭധാരണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ നോക്കണം, അവരുടെ ബ്ലഡ് പ്രഷർ നോക്കണം, തൈറോയിഡിൻ്റെ സ്റ്റാറ്റസ്, ഹോർമോൺ സ്റ്റാറ്റസ്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഒരു തൈറോയ്ഡ് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭധാരണത്തിന് മുമ്പ് തന്നെ കറക്റ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഗർഭം ധരിക്കുമ്പോഴെങ്കിലും ആവശ്യത്തിന് തൈറോയ്ഡ് നമ്മൾ റീപ്ലേസ് ചെയ്യണം, തൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ് ചെയ്യണം. അതുകൂടാതെ ഇപ്പം ഡയബറ്റീസ് വല്ലതും ഡിറ്റക്റ്റ് ചെയ്യുവാണെങ്കിൽ ഡയബറ്റീസിനുള്ള മരുന്നുകളോ, അതുകൂടാതെ ഡയറ്റ് ശ്രദ്ധിക്കണം. കൂടാതെ മാസം എല്ലാ ഗർഭിണികളും ചെയ്യുന്ന പോലെ എല്ലാ മാസവുമുള്ള ചെക്കപ്പ് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സ്കാൻ, അത് കഴിഞ്ഞ ശേഷം 11-നും 13-നും ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട സ്കാൻ, വളരെ പ്രധാനപ്പെട്ട സ്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിഷയം ഡോക്ടർ. ഇപ്പോൾ ആലുവയിൽ നിന്ന് മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. രമയാണ്. രമ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ രമ. സാർ, പിന്നെ ഈ ഭാര്യയ്ക്ക് ഇങ്ങനെ ഇതില്ല. രമ, ടിവിയുടെ വോളിയം കുറച്ച് ഡോക്ടറോട് ചോദിക്കാമോ? ദയവായി ടിവിയുടെ വോളിയം കുറയ്ക്കും. പിന്നെ മാസം പീരിയഡ് ആവുന്നേ ഇല്ല. 5-6 മാസം 7 മാസമൊക്കെ ആയിട്ടും പീരിയഡ്
കറക്റ്റായിട്ട് എത്ര വയസ്സുണ്ട് രമ? 28 വയസ്സ്. 28 വയസ്സിൽ ഇപ്പം മാസമുറ തെറ്റിയാണോ വരുന്നത്? മാസം പറയും ഇല്ല, കുട്ടിക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടോ? 7 മാസമായാലും കുഞ്ഞുങ്ങളായതാണോ രമയ്ക്ക്? ഡോക്ടർ കുഞ്ഞുങ്ങളായതാണോ? കല്യാണം കഴിച്ചതാണോ? കുഞ്ഞുങ്ങളായതാണോ? കല്യാണം കഴിഞ്ഞു, ഇപ്പോ 5ാമത്തെ വർഷത്തിലേക്ക് കടന്നു. ഓക്കെ. അപ്പം മാസമുറ കറക്റ്റായിട്ട് വരുന്നില്ല, കുഞ്ഞുങ്ങളായതുമില്ല. ഇടയ്ക്ക് വെച്ച് ഒന്ന് ആയിട്ടുണ്ടായിരുന്നു, തീരെ ഇങ്ങനെ മാസം ആവാതെയാണ് ഒരു പ്രാവശ്യം ആയത്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണണം. നിങ്ങൾക്ക് ഹോർമോണിലുള്ള എന്തെങ്കിലും വ്യതിയാനങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ തൈറോയിഡിനുള്ള വ്യതിയാനങ്ങൾ, അതുകൂടാതെ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ അസുഖങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്കാൻ എടുത്ത് നോക്കേണ്ടി വരും. ആ കുട്ടി പിന്നെ 2 മാസം നമ്മൾ ഇങ്ങനെ ഈ മാസമുറ ക്രമം തെറ്റി വരുന്ന ആൾക്കാർ മിനിമം 2 മാസത്തിലെങ്കിലും ഒരു പ്രാവശ്യം നമുക്ക് മാസമുറ വരാനുള്ള മരുന്ന് കഴിക്കണം. ഇല്ലെങ്കിൽ അത് ഭാവിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൂടാതെ ഒരു സ്കാൻ ചെയ്ത് ഗർഭപാത്രത്തിൻ്റെ അവസ്ഥയും, അതുകൂടാതെ അണ്ടാശയത്തിൽ എന്തെങ്കിലും കൂടുതൽ ഫോളിക്കിളുള്ള പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അത് വളരെ എളുപ്പം, നമുക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അത് വളരെ എളുപ്പം ചികിത്സിക്കാവുന്ന, അതായത് ഓവുലേഷൻ്റെ പ്രശ്നമാണെങ്കിൽ വളരെ എളുപ്പം ചികിത്സിക്കാവുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ എത്രയും പെട്ടെന്ന് കണ്ട് ഒരു സ്കാനൊക്കെ എടുത്ത് നോക്കണം രമ. എന്നാലും നമുക്ക് ആ മാസമുറയെ കറക്റ്റായിട്ട് നമുക്ക് വരുത്താൻ പറ്റും. അതുകൂടാതെ തന്നെ എത്രയും പെട്ടെന്ന് ഗർഭിണിയാകാനും പറ്റും. രമയ്ക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രസവം അടുക്കും തോറും ഇത്തരത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ഈ ആശുപത്രിയിൽ എപ്പോൾ അഡ്മിറ്റ് ആകണം പോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ. അത് ഇപ്പം അതായത് 35 വയസ്സിന് മേലെ ഗർഭം ധരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് നമ്മളിപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ ഉണ്ടാവും. പ്രഷർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. അത് പ്രഷർ അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രഷർ കൺട്രോൾ അല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നേരത്തെ 8 മാസത്തിലോ 7 മാസത്തിലോ ഒക്കെ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അമ്മയുടെയും കുഞ്ഞിൻ്റെയും അവസ്ഥ കുറച്ചും കൂടെ ഡേ ടു ഡേ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതുകൂടാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഗർഭമാണെങ്കിൽ ചിലപ്പോൾ വളർച്ച കുറവുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരിലും ചിലപ്പോൾ നേരത്തെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊന്നുമില്ലാത്ത സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 38 ആഴ്ചയാണ് നമ്മളുടെ ടേം പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഏകദേശം 38 ആഴ്ചയിലാണ് നമ്മൾ സാധാരണ രീതിയിൽ നോർമലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത 35 വയസ്സിന് മേലെയുള്ള ആളാണെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അഡ്മിറ്റ് ചെയ്ത് കുഞ്ഞിൻ്റെ വളർച്ച നോക്കും. വളർച്ച നോക്കിയിട്ട് കുഞ്ഞിന് സുഖപ്രസവം സാധ്യമാകുന്നു എന്നുള്ള പരിശോധനകൾ ചെയ്യും. അതിനുശേഷം മാത്രമേ നമ്മൾ സാധാരണ രീതിയിൽ പ്രസവ വേദന വരുന്നു എന്ന് നോക്കും. വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ പ്രസവ വേദന വരുത്തുവാൻ വേണ്ടി ശ്രമിക്കാറുള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷക ചോദിച്ചൊരു ചോദ്യത്തിനോട് ചേർത്ത് ചോദിക്കുകയാണ്, ഈ 35 വയസ്സിന് ശേഷം ഈ ഗർഭധാരണം നടന്നില്ലെങ്കിലുള്ള പ്രതിവിധികൾ എന്തെല്ലാമായിരിക്കും ഡോക്ടർ? ഓക്കെ. ഒരു ദമ്പതികൾ നമ്മളിപ്പോൾ ഗർഭധാരണം മനഃപൂർവ്വം നമ്മൾ ചിലപ്പം അല്ല എൻ്റെ പഠിത്തം ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ എൻ്റെ കരിയർ ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, അല്ലെങ്കിൽ എൻ്റെ വീടൊന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ച് പലരും 35-ന് മേലെ ഗർഭം ധരിച്ചാൽ മതിയെന്ന് തീരുമാനിക്കുന്ന പലരും ഉണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിൽ. അപ്പോൾ അവരോടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളുടെ അണ്ടോൽപാദന ശേഷി 32 വയസ്സിന് ശേഷം ഓരോ വർഷം കൂടുന്തോറും അത് ക്രമാതീതമായിട്ട് കുറഞ്ഞു വരികയാണ്. 35 വയസ്സിന് ശേഷവും 40-ന് ശേഷം വളരെ സ്പീഡായിട്ടാണ് ഈ അണ്ടോൽപാദന ശേഷി കുറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഗർഭം മതി എന്ന് തീരുമാനിക്കുന്നവർ അവരുടെ അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണത്തിൻ്റെ അളവിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. അത് സാധാരണ രീതിയിൽ മാസമുറയുടെ 2-മത്തെയോ 3-മത്തെയോ ദിവസം AMH അല്ലെങ്കിൽ ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് നമ്മളൊരു 35 വയസ്സിന് മേലെയൊക്കെ ആണെങ്കിൽ 1.2, 1.5-ന് മേലെയാണ് സാധാരണ രീതിയിലുള്ള നോർമൽ വാല്യൂ. അതുകൂടാതെ മാസമുറയുടെ 2-ൻ്റെന്നോ അല്ലെങ്കിൽ 5-ൻ്റെ ഉള്ളിൽ, 5-മത്തെ ദിവസത്തിന് ഉള്ളിൽ നമ്മളൊരു ട്രാൻസ്വജൈനൽ സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അണ്ടാശയത്തിൽ എത്ര അണ്ടങ്ങൾ ഏകദേശം ഉണ്ട്, അല്ലെങ്കിൽ ആൻട്രൽ ഫോളിക്കുലർ കൗണ്ട് എന്ന് പറയും. 2 മുതൽ 9 മില്ലിമീറ്ററുള്ള ചെറിയ ഫോളിക്കിൾസ് ഉണ്ടാവും. അതിൻ്റെ എണ്ണം നോക്കിയിട്ട് ഏകദേശം ഒരു 10 മുതൽ 15 അല്ലെങ്കിൽ ഏകദേശം 20 ഉണ്ടെങ്കിൽ നമ്മൾ സേഫാണ്. നമ്മൾ കുറച്ച് നമ്മളെ ഗർഭധാരണം മാറ്റി വെച്ചതുകൊണ്ട് പ്രശ്നമില്ല.
പക്ഷേങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഇൻഫെർട്ടിലിറ്റിയും ഗർഭം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ടായ ഗർഭം തന്നെ അത് അലസിപ്പോകാനുള്ള സാധ്യതയും ഒക്കെ കൂടുതലായിരിക്കും ഈ AMH കുറവുള്ളവർക്കും അല്ലെങ്കിൽ AFC അതായത് ആൻഡ്രൽ ഫോളിക്കിൾ ലെവലൊക്കെ കുറവുള്ളവർക്ക്. ഡോക്ടർ ഇപ്പോൾ മറ്റൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഖദീജയാണ്. ഖദീജ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോ ഖദീജ, പറഞ്ഞോളൂ. അതിന്റെ മകൾക്ക് ഒരു കുട്ടി ഉണ്ട്. 7 വയസ്സായി മോൾക്ക്. പിന്നെ എന്നതിന് ശേഷം ഒരു പ്രാവശ്യം ഗർഭിണിയായിരുന്നു. അത് ട്യൂബിലായിരുന്നു. ഓക്കെ. പിന്നെ ട്യൂബിലായിട്ട് അത് ട്യൂബ് അതിന്റെ ഉള്ളിൽ നിന്ന് കുട്ടി അത് ട്യൂബ് പൊട്ടിപ്പോയി. ട്യൂബ് എടുത്ത് മാറ്റേണ്ടി വന്നോ? മാറ്റി മുറിച്ച് വന്ന് പറഞ്ഞു ഡോക്ടർ, ഒഴിവാക്കി. എന്നാലും പിന്നെ ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ 2 അണ്ടവാഹിനി കുഴൽ അല്ലെങ്കിൽ ട്യൂബാണ് ഉണ്ടാവുക. ഓക്കെ. ഒരു സ്ത്രീക്ക് സാധാരണ രീതിയിൽ 2 അണ്ടവാഹിനി കുഴലുകളാണ് ഉള്ളത്. 2 അണ്ടാശയത്തിനെയും യൂട്രസിനെയും കണക്ട് ചെയ്യുന്ന അണ്ടവാഹിനി കുഴലുകൾ. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് നമുക്കിപ്പോൾ ഇല്ലാന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ മറ്റേ ഒരു നോർമലായിട്ടുള്ള അണ്ടവാഹിനി കുഴൽ അല്ലെങ്കിൽ ട്യൂബ് ഉണ്ടെങ്കിൽ ഗർഭധാരണത്തിന് വലിയ പ്രശ്നം വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ഓക്കെ ആണോ എന്ന് നമുക്ക് നോക്കണം. ഖദീജയുടെ മകൾക്ക് വയസ്സ് എത്രയാണ്? 29 വയസ്സായി. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വന്ധ്യതാ ചികിത്സ നടത്തുന്ന ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണം. അവർ സാധാരണ രീതിയിൽ 30 വയസ്സൊക്കെ ഉള്ള ആളാണ്, ഇപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ട്യൂബിൻ്റെ നമ്മുടെ ബാക്കിയുള്ള ഇടത് ഭാഗത്താണോ വലതു ഭാഗത്താണോ ഉള്ള അണ്ടവാഹിനി കുഴൽ ഫങ്ഷനിങ് ആണോ, അത് ശരിയായിട്ട് അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുണ്ട്. സാധാരണ രീതിയിൽ ഞങ്ങളിവിടെ ഒരു എക്സ്റേ ഒക്കെ എടുത്താണ് നോക്കുന്നത്. ചിലരത് ലാപ്രോസ്കോപ്പി ചെയ്യും, പക്ഷേ എക്സ്റേ ആണ് എപ്പോഴും പ്രാഥമികമായിട്ടുള്ള ടെസ്റ്റ്. എപ്പോഴും HSG എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. അങ്ങനെ HSG എന്ന് പറഞ്ഞ ടെസ്റ്റ് നോക്കി അണ്ടവാഹിനി കുഴലിൽ പ്രശ്നമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പുരുഷൻ്റെ ബീജവും കൂടെ ടെസ്റ്റ് ചെയ്യണം. പുരുഷൻ്റെ ബീജവും ടെസ്റ്റ് ചെയ്ത് അത് നോർമലാണ്. അണ്ടവാഹിനി കുഴലിൽ നമുക്ക് ബാക്കിയുള്ള അണ്ടവാഹിനി കുഴലിൽ തടസ്സങ്ങളൊന്നുമില്ല. അണ്ടാശയത്തിൽ ആവശ്യത്തിൽ നമുക്ക് അണ്ടങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ മുട്ടയുടെ എണ്ണം നമുക്ക് ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുണ്ടാവുന്നതാണ്. ഇത്രയും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടി വരും ഖദീജ. വ്യക്തമായോ? അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ബീജം പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ മോൾക്ക് നമുക്ക് ട്യൂബിൻ്റെ ടെസ്റ്റുകൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഡോക്ടറെ കണ്ട് ഒരു ഹിസ്ട്രോസാൽപിഞ്ചോഗ്രാം എന്ന് പറഞ്ഞ ട്യൂബിൻ്റെ ഫങ്ഷൻ നോക്കുന്ന ഒരു ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. ഖദീജയ്ക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് 35 വയസ്സിന് ശേഷവും ഗർഭം ധരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളെ പറ്റിയായിരുന്നു. ഡോക്ടർ, അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമായിരിക്കും? ഈ IVF പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് എപ്പോഴായിരിക്കും? ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ അണ്ടാശയത്തിലുള്ള അണ്ടങ്ങളുടെ കുറവ്, മുട്ടകളുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള കുറവ്, അതായത് AMH അല്ലെങ്കിൽ ആൻഡ്രൽ ഫോളിക്കുലർ കൗണ്ടിലുള്ള കുറവ്, AMH 1 താഴെയും ആൻഡ്രൽ ഫോളിക്കുലർ കൗണ്ട് 10 താഴെയും ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്യേണ്ടി വരും. അതായത് കുഞ്ഞുങ്ങളുണ്ടാവുന്ന ചികിത്സ നമുക്ക് സ്പീഡപ്പ് ചെയ്യേണ്ടി വരും. സാധാരണ രീതിയിൽ ബീജത്തിൻ്റെ അളവും നോർമൽ ആണെങ്കിൽ നമുക്ക് ആദ്യമായിട്ടുള്ളത് IUI പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാം. പക്ഷേ ക്രമാതീതമായിട്ട് കുറവും അല്ലെങ്കിൽ കൂടെ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് തുടങ്ങിയ അസുഖങ്ങളോ AMH കുറവോ അല്ലെങ്കിൽ AFC കുറവോ ഒക്കെ ആണെങ്കിൽ നമുക്ക് IVF-നെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. IVF-നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് 35 വയസ്സിനുള്ള മുകളിലുള്ള സ്ത്രീക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അണ്ടങ്ങളുടെ എണ്ണവും അണ്ടങ്ങളുടെ ഗുണനിലവാരവും താരതമ്യേന ഒരു 25 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സോ ഉള്ള സ്ത്രീയിനേക്കാളും കുറച്ചും കൂടെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ചിലപ്പോൾ IVF ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മരുന്നുകളുടെ ഉപയോഗം വേണ്ടി വരും. കിട്ടുന്ന എഗ്ഗിൻ്റെ ഗുണനിലവാരം, എംബ്രിയോയുടെ ക്വാളിറ്റി, അതെല്ലാം കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്.
തീർച്ചയായും ഡോക്ടർ, സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ പ്രസവത്തിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ എന്തെല്ലാം കരുതലെടുക്കേണ്ടി വരും ഡോക്ടർ? 35 വയസ്സിന് ശേഷമുള്ള ഗർഭധാരണം പ്രസവം കഴിഞ്ഞ ശേഷമാണെങ്കിൽ നമുക്ക് സാധാരണ അറിയാം ഒരു ചെറിയ മാനസിക സംഘർഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ മുലയൂട്ടലിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഗർഭപാത്രം ചുരുങ്ങാതെ ഇരിക്കാം, ചിലപ്പോൾ ബ്ലീഡിങ് അധികമായിട്ട് കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് മാക്സിമം ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. ചിലപ്പോൾ അവർക്ക് ഒരു പ്രോപ്പറായിട്ട് മുലയൂട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു മാനസികമായിട്ടും അത് കൂടാതെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നും വീട്ടുകാരുടെ ഭാഗത്തു നിന്നും നല്ലൊരു മാനസികമായിട്ടൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുണ്ട്. അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും ഇപ്പം ചിലർക്ക് പാല് കുറവായിരിക്കും, അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. കൂടാതെ നമ്മൾ കണ്ടുവരുന്നത് സാധാരണ രീതിയിൽ ഒരേപോലെ അങ്ങ് റെസ്റ്റ് എടുക്കും ഈ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരിൽ സ്ത്രീകളുടെ ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് ഈ അവസരങ്ങളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യത, പ്രസവം കഴിഞ്ഞ ശേഷമൊക്കെയുള്ള ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഈ 35 വയസ്സിന് ശേഷം പ്രസവത്തിന് ശേഷം വിശ്രമിക്കുന്നവർ തീർച്ചയായും ഡോക്ടർ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അതുകൂടാതെ അത്യാവശ്യം വ്യായാമം എല്ലാം ചെയ്യേണ്ടതാണ്. തീർച്ചയായും ഡോക്ടർ, സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. 35 വയസ്സിന് ശേഷമുള്ള ഗർഭധാരണത്തെ പറ്റിയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SIT ഹോസ്പിറ്റലിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ആൻഡ് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റെജി മോഹനാണ്. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.